ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ടോട്ടൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒരു 2 മണിക്ക് ശേഷമാണ് നിഫ്റ്റിക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വന്നേക്കുന്നത്. മോർണിംഗ് സെക്ഷൻ ആണെങ്കിലും മിഡ് സെക്ഷൻ ആണെങ്കിലും എല്ലാവരും കൺസോൾട്ടേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ഗ്രൂപ്പിലാണെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിലാണെങ്കിലും ട്രേഡ്സ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രേഡ്സ് തന്നെയാണ് എല്ലാവരും കിട്ടിയിരിക്കുന്നത് കേട്ടോ. നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതിൽ 10:30 വരെ നമ്മൾ ഫ്രീ കോൾസ് കൊടുക്കുന്നുണ്ട്, ഫ്രീ സിഗ്നൽസ്. നിഫ്റ്റി മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്രീ സിഗ്നൽസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അത് 10:30 വരെയാണുള്ളത്. അവിടെ വരുന്ന ട്രേഡ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, നമുക്ക് പ്രോഫിറ്റ് ഓറിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. എങ്ങനെയാണ് ഈ പ്രൈസ് കിട്ടുന്നത്, ഈ പ്രൈസിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്, എന്തൊക്കെ കണ്ടീഷനാണ് അവിടെ നോക്കേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട്. അതും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആഫ്റ്റർ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം ട്രേഡ്സ് എടുത്ത് നോക്കി നിങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം, കോഴ്സിനാണെങ്കിലും കേട്ടോ. അപ്പോൾ ഇന്നുണ്ടായിരുന്ന ഫസ്റ്റ് ട്രേഡ് നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിലാണ്. സെൻസസിലായിരുന്നു ഉണ്ടായിരുന്നത്. 55,400 C ആണ്. 55,400 C 80 പോയിന്റ് പോയിട്ടുണ്ട്. അതിനുശേഷം റിവേഴ്സ് ആവുമായിരുന്നു. നമുക്ക് സെൻസസിൽ 200 പോയിൻ്റാണ് ടാർഗറ്റ്, 40 പോയിൻ്റാണ് എസ്. 1:2 ആണ് വന്നത്. 1:1 വന്ന ശേഷം ഇപ്പോൾ ഈ ട്രേഡ് നിങ്ങൾ എടുത്ത ശേഷം 1:1 വന്നു, 40 പോയിൻ്റ് പ്രോഫിറ്റ് വന്നു. ആ സമയത്ത് നിങ്ങളിലുള്ള ലോഡ്സിൻ്റെ പകുതി നിങ്ങൾ വിൽക്കുക, എന്നിട്ട് ബാക്കിയുള്ളൊരു പകുതിനെ SL തന്നെ വിൽക്കുക. ഈ 40 പോയിൻ്റ് SL തന്നെ വിൽക്കുക. ബാക്കി മാർക്കറ്റ് തീരുമാനിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾ 1:2 ആയി, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് 1:2 മതി എങ്കിൽ നിങ്ങൾ അവിടെ ഫുൾ ലോഡിനെ വിൽക്കുക, ഗെയിമിൽ നിന്ന് ഒഴിവാവുക. മനസ്സിലായില്ലേ? പിന്നെ നമുക്കുണ്ടായിരുന്ന 26,200 C ആണ്. ഇത് ഫ്രീ ഗ്രൂപ്പിലെ ട്രേഡാണ്. നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രേഡ് 10 മിനിറ്റിൽ എക്സിറ്റാണ്. ഇനിയിപ്പോൾ 10 മിനിറ്റിൽ നമുക്കൊരു 8 പോയിൻ്റോളം ലോസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 10 പോയിൻ്റ് പോയാലും അത് SL ആയിട്ട് തന്നെ കൂട്ടാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ എടുത്തു, അതിനുശേഷം എത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, അതൊരു കാര്യമാണ്. ഒരു ട്രേഡറിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്, വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 മിനിറ്റാണ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക. ഈ 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1:1 കിട്ടണം. നിഫ്റ്റിയിൽ 10 പോയിൻ്റാണ് SL, 50 പോയിൻ്റാണ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് 1:1 എന്ന് പറഞ്ഞാൽ 10 പോയിൻ്റ് പ്രോഫിറ്റ് വരലാണ് 1:1. ആ 10 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ, സെൻസസിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നിങ്ങൾക്ക് പകുതി ലോഡിന് വിൽക്കാം, ബാക്കിയുള്ള ലോഡിനെ SL വയ്ക്കാം. ഇനിയിപ്പോൾ 10 പോയിൻ്റ് കൊണ്ട് ഈ പറഞ്ഞ 1:1 ഒന്നും വന്നിട്ടില്ല, നിങ്ങൾ SL ആയിരിക്കും, ചിലപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനത്തെ ഒരു മേഖലയിലാണ് നിൽക്കുന്നത്. 10 മിനിറ്റ് ടൈം ഫ്രെയിം, നിങ്ങൾ ട്രേഡ് എടുത്ത ശേഷം 10 മിനിറ്റ് ടൈം ഫ്രെയിം കൊണ്ട്, അല്ലെങ്കിൽ 10 ക്യാൻഡിൽ കൊണ്ട് നിങ്ങൾ ഒരു ലോസിലും അല്ല ഒരു പ്രോഫിറ്റിലും അല്ല, അല്ലെങ്കിൽ ചെറിയ ലോസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷേ 1:1 വന്നിട്ടില്ല, 10 പോയിൻ്റ് SL അടിച്ചിട്ടില്ല. ഇങ്ങനത്തെ സിനാരിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ച് പോകാം. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അത് ടൈം മാനേജ്മെൻ്റ് ആണ്. നിങ്ങളൊരു ഓപ്ഷൻസ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻസാണ്. അപ്പോൾ അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫസ്റ്റ് ട്രേഡ് കിട്ടിയത്. ഇത് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ട്രേഡാണ്, പെയ്ഡ് ഗ്രൂപ്പിലും കിട്ടിയ ട്രേഡാണ്. രണ്ടും ഒരു 8 പോയിൻ്റ് SL തന്നെയാണ്. രണ്ടാമത്തെ ട്രേഡ് വന്നിട്ടുണ്ട്, സെയിം സ്ട്രൈക്കിൽ തന്നെയാണ്, വേറെ പ്രൈസിലാണ്. പക്ഷേ 20 പോയിൻ്റ് പ്രോഫിറ്റ് പോയിട്ടുണ്ട്, 22 പോയിൻ്റ് പോയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന പെയ്ഡ് ഗ്രൂപ്പിലത്തെ ഒരു ട്രേഡാണ്. 85,200 P ആണ്. 85,200 P ഒരു 42 പോയിൻ്റാണ് ഫസ്റ്റ് ട്രേഡ് വന്നതാണ്. രണ്ടാമത്തെ ട്രേഡ് അത്യാവശ്യം നല്ല പോയിൻ്റ് വന്നിട്ടുണ്ട്, 67 പോയിൻ്റ്. വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നല്ല രീതിക്ക് കിട്ടും, വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് 1:2 ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് സ്റ്റിൽ ആ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ട്രേഡ് തന്നെയാണത്. അവിടെ നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോകാം, പോസിറ്റീവ്സ് ഇടാം, വെയിറ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനൊരു സജഷൻ പറയണതാണ് കേട്ടോ, വേറെ ഒന്നല്ല. പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള പ്രൈസ് 298 ആണ്. 298 നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്, ഇവിടെ ആക്റ്റീവായിട്ടുണ്ട്. ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി കറക്റ്റ് 2:03 ആ ടൈമിലാണ് ആക്റ്റീവ് ആവണത്. അവിടെ നിന്ന് നല്ലൊരു പ്രഷർ കിട്ടിയിട്ടുണ്ട്. ഹൈ എൻഡ് പ്രോഫിറ്റാണ് വന്നേക്കണത്, 150 പോയിൻ്റോളം വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു പ്രൈസ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ പറ്റുള്ളൂ. ഞാൻ തരുന്ന പ്രൈസുകൾ നിങ്ങൾ ഫുൾ ടാർഗറ്റ് ആവണ വരെ അവിടെ വാലിഡിറ്റി ഉണ്ട്. ആ പ്രൈസ് മൂവ് ചെയ്യാൻ ഹൈ വാലിഡിറ്റി ആണ്.
പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു 26.050 ആണ്. അതിന് 41 കൊടുത്തിട്ടുണ്ട്, 74 കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കാണാൻ പറ്റും. സംഭവം നല്ല ടാർഗറ്റാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ 10 പോയിൻ്റൊന്നും അടിക്കില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇത് ഫുൾ ടാർഗറ്റാണ്, അങ്ങനെ വേണമെങ്കിൽ അത് പറയാം. പക്ഷേ വെയിറ്റിംഗ് നല്ല രീതിക്ക് വരും. പിന്നെ ഇവിടെ വരുന്ന ട്രേഡാണ് 74 ട്രേഡ്. ഇതൊക്കെ ഫ്രീ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് കേട്ടോ. 74 പറയണത് 50 പോയിൻ്റ്, അതും ഫുൾ ടാർഗറ്റ് തന്നെയാണ് വന്നേക്കണത്. പക്ഷെ എത്രത്തോളം വെയിറ്റ് ചെയ്യണോ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡുകളാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഈസി അല്ല. നിങ്ങളുടെ ഒരു ലോഡ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ്, പിന്നെ നിങ്ങൾ എടുക്കണ ക്യാപിറ്റൽ, ഇതൊക്കെയും ഇവിടെ ഒരു വെല്ലുവിളികളാണ്. ഇത് കറക്റ്റായിട്ട് മാനേജ് ചെയ്താലാണ് കറക്റ്റായിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത്, ഞാൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ ട്രേഡ് എടുക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൈസ് കാണിച്ചു തന്നു. ഇത്രയും ട്രേഡിംഗ് വ്യൂ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സ്ട്രൈക്കിലാണ് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇത്രയും സ്ട്രൈക്കുകൾ എടുക്കുന്നുണ്ട്. സെൻസസ്, നിഫ്റ്റി, ഇതൊക്കെ ആയിട്ട് കുറേ സ്ട്രൈക്കുകൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രൈസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും പ്രൈസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാനൊരു എക്സാക്റ്റ് പ്രൈസ് പറയണത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളെയും പഠിപ്പിക്കുക. അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം, വെയിറ്റ് ചെയ്തിരിക്കുക. ഫുൾ ടാർഗറ്റ് ആവണവർ ആ പ്രൈസിന് വാലിഡിറ്റി ഉണ്ട്, മനസ്സിലായാലേ. അതൊക്കെ എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. 100% എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വേണ്ടവർ എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.